ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഇതാ നമ്മളിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബ 128-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിലേക്ക് ഇതാ ഒരു റസൂൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ കഷ്ടപ്പാട് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ പുരോഗതിയിൽ വല്ലാതെ ആഗ്രഹിക്കുന്ന, മുഅ്മിനീങ്ങളോട് വലിയ ദയയും കാരുണ്യമുള്ള ആ നേതാവ്, അവിടുത്തോടുള്ള മഹബത്തിൻ്റെ പേരിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന്. അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ എന്താണ് ആ ദിവസത്തേക്ക് ഒരുക്കി വെച്ചത്? ഞാൻ കൂടുതലായിട്ട് നിസ്കാരമോ സദഖയോ മറ്റു കാര്യങ്ങളൊന്നും എനിക്കില്ല, പക്ഷേ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അള്ളാഹുവിനെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. തങ്ങളെ പ്രതികരണം, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെയാണെന്നാണ്. നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അത്ര വലിയ സന്തോഷിച്ചൊരു വാക്ക് വേറെ ഉണ്ടായിട്ടില്ല എന്ന്. എനിക്ക് റസൂലിനോടും അബൂബക്കർ സിദ്ദീഖിനോടും ഉമർ ഖത്താബിനോടും അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അവർ ചെയ്ത അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അള്ളാഹു നമ്മയൊക്കെ വിജയികൾ ഉൾപ്പെടുത്തട്ടെ.